16 സീറ്റുള്ള മലപ്പുറത്ത് LDF-ന് ജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മണ്ഡലം 16-0 എന്ന ക്ലീൻ സ്വീപ്പ് എന്ന് UDF പറയുമ്പോൾ പൊന്നാനി എങ്കിലും ഞങ്ങൾ ജയിക്കും എന്ന് LDF പറയുന്നുണ്ട്. അങ്ങനെയാണോ? അതോ പൊന്നാനിയും UDF ട്രെൻഡ് കാണിക്കുകയാണോ? പൊന്നാനിയിൽ മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് MK സക്കീർ, KP നൌഷാദ് അലി UDF-ന് വേണ്ടി, മനീഷ് ജനകീയം NDA-ക്ക് വേണ്ടി. നമുക്ക് ആ സ്കോർ നോക്കാമല്ലേ? പൊന്നാനിയിൽ വളരെ ശക്തമായ മത്സരം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചന. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ LDF മുന്നിലാണ് 48.98, KP നൌഷാദ് അലി 44.06, NDA സ്ഥാനാർത്ഥി 6.96, 4.92. നേരിയ മുൻതൂക്കത്തിന് തൊട്ട് മുകളിൽ. അത് വളരെ ശക്തമായ മത്സരം. പൊന്നാനിയിൽ ഇങ്ങനെ മത്സരം ഉണ്ടാവേണ്ട സാഹചര്യമല്ല. പൊന്നാനി കുറച്ചും കൂടി മലപ്പുറത്തെ മറ്റു മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ലെഫ്റ്റിന് വലിയ മുൻതൂക്കമുള്ള. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും LDF പിടിച്ചു നിന്ന മലപ്പുറത്തെ ഒരേ ഒരു സ്ഥലം പൊന്നാനിയാണ്. ആ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ പോലും ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു വലിയ നഷ്ടമുണ്ടാവാത്ത പൊന്നാനിയിൽ LDF ഒരു മത്സരം നേരിടുന്നെങ്കിൽ അവിടുത്തെ പ്രാദേശികമായ പല വിഷയങ്ങളും സാമ്പിൾ എടുത്തപ്പോൾ TM സിദ്ദിഖ് മത്സരിക്കണമെന്ന് പൊന്നാനിയിലെ വലിയൊരു വിഭാഗം പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ പ്രാവശ്യവും ആഗ്രഹിച്ചിരുന്നു, ഈ പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ എല്ലായിടത്തും ഇപ്പോൾ വെളിയങ്കോട് മേഖലയിലൊക്കെ പൂർണ്ണമായും CPM വോട്ടുകൾ MK സക്കീറിനെ പോൾ ചെയ്യുമോ, അതോ ഒരു തുടക്കത്തിലുണ്ടായ എതിർപ്പ് നമ്മുടെ രണ്ടാം ഘട്ടത്തിലൊന്നും അത് പ്രകടമായി വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിത്വത്തോടെ എതിർപ്പുണ്ടെങ്കിലും അത് പരസ്യമായി. പക്ഷെ അതിനപ്പുറത്തേക്ക് KP നൌഷാദ് അലി വളരെ മുൻകാലങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടുന്നുള്ള രീതിയിലുള്ള KP നൌഷാദ് അലി അവിടെ തന്നെ കേന്ദ്രീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം. അപ്പം ആ ഒരു പ്രവർത്തനത്തിന്റെ എഡ്ജ് ഈ സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു പാളിച്ചുകൊണ്ട് പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ലീഡ് സൂചിപ്പിക്കുന്നത്. പക്ഷേ സാദിഖിനെ പോലെ ആൾ മത്സരിച്ചിരുന്നെങ്കിൽ അണികൾക്ക് വലിയ ആവേശവും കുറെ കൂടി വലിയ മാർജിനിൽ പൊന്നാനി ജയിക്കാമായിരുന്നു. ഇനിയിപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാഭാവികമായിട്ടും നിലനിർത്താനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഒരു മത്സരം, ശക്തമായ മത്സരം KP നൌഷാദ് അലി കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോ പൊന്നാനി നിലനിർത്തിയേക്കാം, പക്ഷേ LDF-ന് എളുപ്പമല്ല. ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ അങ്ങനെയാണ് എളുപ്പമല്ല, എന്നാൽ നിലനിർത്തിയേക്കാം. ഇതാണ് പൊന്നാനിയുടെ അവസ്ഥ.